എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാവും, ചൈനയിൽ സ്വാതന്ത്ര്യമുണ്ടോ, എങ്ങനെയാണ് ചൈനക്കാർ ജീവിക്കുന്നത് എന്നൊക്കെ അറിയാൻ. എന്നാൽ ചൈനയിലെ തെരുവുകളിലൂടെ ഞാൻ നടന്നപ്പോൾ കണ്ട കുറച്ച് നേർക്കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരു 3 ദിവസം ലീവ് ഉണ്ടായിരുന്നു. 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ലീവാണ്. അപ്പോൾ ആ ദിവസം ഞാൻ ഇവിടുത്തെ ഒരു സ്ട്രീറ്റിലൂടെ പോയപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതിലെ നടക്കുമ്പോൾ, ഇത് ഹാൻഷോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക, കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. ഇതിലൂടെ ഞാൻ പോകുമ്പോൾ കുറേ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഈ കൂടിയിരിക്കുന്നത്. കുറേ പേര് അവരുടെ പഴയ കാലത്തുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുന്നുണ്ട്. അതിന് വയസ്സായ ആൾക്കാർ അവരുടേതായ രീതിയിൽ പാട്ടുകളും ആലപിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി കുറേ ജനക്കൂട്ടം അവിടെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. വയസ്സായിട്ടുള്ള ആൾക്കാർ തന്നെ കുറേ കൂടിയിരിക്കുന്നത്. എങ്കിലും അവരവരുടെ ജീവിതം ആഘോഷിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അത് വീണ്ടും പോകുമ്പോൾ കാണുന്ന ഓരോരോ കാഴ്ചകളും നിങ്ങളെയും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് അത്ര യങ്ങായിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ, കുറച്ച് പ്രായമായിട്ടുള്ളവരാണ്. അവരൊക്കെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. അതിൻ്റെ കൂടെ ആണുങ്ങളും കുറച്ച് പേരും അവരും കളിക്കുന്നുണ്ട്. എന്നെയും കുറേ വിളിച്ചു കേട്ടോ ഡാൻസ് കളിക്കാൻ. എനിക്കത്ര ഡാൻസ് ഒന്നും കളിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഡാൻസ് കളിക്കാനൊന്നും പോയില്ല. എന്നാലും നിങ്ങൾ കണ്ടില്ലേ, ഇവർ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നടന്നു പോയപ്പോഴാണ് ഇത് നോക്കിക്കേ, ഇവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ വയസ്സായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇതുപോലെ വന്ന് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ ആരുടെയെങ്കിലും മുഖത്ത് വിഷാദമോ സന്തോഷമോ ഇല്ലായ്മയോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങളൊന്ന് നോക്കിക്കേ. അവർ ഈ വയസ്സാം കാലത്തും അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വയസ്സുള്ള അമ്മച്ചിമാരോടൊക്കെ ഒന്ന് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഓ അമ്മക്ക് വയസ്സായി, ഇനി എന്ത് എന്നുള്ള രീതിയിൽ അവരൊരു സൈഡിലോട്ട് മാറിയിരിക്കും അല്ലേ. അപ്പം ഇവരുടെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ലേ, ഇവരാണ് ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെന്ന്. ഇവർ എത്ര ഹാപ്പി ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ ഓരോ കാഴ്ചകളും അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ വിചാരിക്കുന്നത്. പല മീഡിയാസിലൂടെയും നിങ്ങൾ അറിയുന്ന ചൈന വേറൊരു ചൈനയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം എനിക്ക് ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ടായിരുന്നു, അവിടെ അനങ്ങാൻ പറ്റത്തില്ലല്ലോ, അവിടെ സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന്. ഇവർ ഇതുപോലെയുള്ള തെരുവുകളിൽ വന്ന് എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക, അവരവരുടെ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അവിടെ ഇരുന്ന് പറയും ഇവർക്ക് സ്വാതന്ത്ര്യമില്ലാന്ന്. പിന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ, ഇതുപോലെ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലും ഞാനൊരു ഇന്ത്യക്കാരി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാലും എനിക്കിതിലൂടെ യാത്ര ചെയ്യാൻ ഒരു പേടിയുണ്ടായിരുന്നില്ല. അവരെന്നെയും വിളിച്ചു കേട്ടോ ഡാൻസ് കളിക്കാമെന്ന്. എങ്ങനെ ഞാനും അവരുടെ കൂടെ കുറച്ച് നേരം നമ്മുടെ ഒരു സന്തോഷത്തിന് ഞാൻ അവരുടെ കൂടെ കൂടി. അങ്ങനെ കുറച്ച് നേരം ഇവരിങ്ങനെ മാറ്റി നിർത്തുകയൊന്നുമില്ല. നമ്മൾ വിദേശികളാണ് എന്ന് വിചാരിച്ച് നമ്മളെ അവർ മാറ്റി നിർത്തുകയൊന്നുമില്ല, ചേർത്ത് പിടിക്കുകയാണ് ചൈനക്കാർ ചെയ്യുന്നത്. പക്ഷേ ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ മറ്റു ഫോറിനേഴ്സിനെ എനിക്ക് കാണാൻ പറ്റി, യൂറോപ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും നമ്മളെ കണ്ടാൽ ഓ ഇന്ത്യക്കാരിയാണെന്നുള്ള രീതിയിൽ പുച്ഛഭാവത്തിലാണ് അവർ നടക്കാറ്. പക്ഷേ ചൈനക്കാർക്ക് അങ്ങനെയല്ല. നമ്മൾ വിദേശികളെ കാണുമ്പോൾ ഇതുപോലെ, ഇത് ഞാനതിലേ വെറുതെ വന്ന് നിന്നതാ, എൻ്റെ അടുത്ത് വാ നമ്മുടെ കൂടെ കളിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ കളിക്കാൻ എന്നെയും കൂട്ടി. അങ്ങനെ ഞാനും അവരുടെ കൂടെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അപ്പം അവിടെ കൂടി നിന്ന കുറേ അപ്പാപ്പന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അതിലേ നടക്കുമ്പോൾ അവരുടെ ഈണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിചിത്രമായിട്ട് തോന്നും. അതുപോലെ വേറെ കുറേ ടീം അംഗങ്ങളും അവിടെ പാട്ട് പാടുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറച്ച് പേര് മാത്രമായിട്ടും അവരും ഒരു മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട്, ആ വയസ്സായ അപ്പാപ്പനൊക്കെ കളിക്കുന്നതെന്ന് നോക്ക്, അവരും ഇതുപോലെ വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, വാ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ചു.
അവർ നിന്ന് അങ്ങനെയൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. കുറച്ച് ഞാൻ മാറിയപ്പോൾ അവിടെ എനിക്ക് കാണാൻ കഴിയും, നോക്കി അവരവിടെ പാട്ട് വെക്കുന്നതിനനുസരിച്ച് ഇതാ ഇവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ താളമൊക്കെ തുള്ളുന്നുണ്ട്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയയുമായിരുന്നു കേട്ടോ. ഇതിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഞാൻ നോക്കിയപ്പോൾ വിചിത്രമായി കണ്ട വേറൊരു കാഴ്ചയാണ്, ഈ ഒരു അപ്പാപ്പൻ മാത്രം അങ്ങനെ പാട്ട് വെച്ചിരിക്കുന്നു. പുള്ളി അവിടെ വെറുതെ താളം കൊട്ടും. ഒരു സിഗരറ്റ് എല്ലാം കയ്യിലുണ്ട്. നല്ല പ്രായം ചെന്ന ആളാണ്. ഞാൻ അയാളോട് വയസ്സ് ചോദിച്ചപ്പം 75 വയസ്സ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം അങ്ങനെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. ദാ ഇവിടെ നോക്കുമ്പോൾ ദാ ഇവിടെ അരവാൾ ചുറ്റിക ഒക്കെ വെച്ചിട്ടുള്ള കൊടിയൊക്കെ പിടിച്ചിട്ട് കുറേ അമ്മച്ചിമാർ അവരുടേതായ രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്താല്ലേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? പലരും ആൾക്കാരും കമൻ്റായിട്ട് എഴുതാറുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ ചൈന വിസിറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇവിടെയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളതെന്ന്. നമുക്ക് ഏത് ഇതുപോലെയുള്ള ഒരു തിരക്ക് പിടിച്ച സ്ഥലത്തു കൂടെയും നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഇവിടെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, വലിയ പ്രായമുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു തിക്കിലും തിരക്കിലും ഇവരുടെയൊക്കെ ഒരു മുഖത്ത് സന്തോഷം നിങ്ങൾ നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ ആർക്കാ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ. അമ്മച്ചിമാരുടെയൊക്കെ മുഖത്ത് എന്തോ ഒരു ഹാപ്പിനെസ് ആണെന്ന് നോക്കിക്കേ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കൂട്ടം കൂട്ടമായ ആൾക്കാർ ഇങ്ങനെ നൃത്തം വയ്ക്കുന്നതും പാട്ട് വയ്ക്കുന്നതും ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ എനിക്കതിൽ കാണാൻ പറ്റിയത്. അതുകൂടാതെ വേറെ കുറേ കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ ഇതിലെ കൂടെ നടക്കുമ്പോൾ വയസ്സായ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് സൂപ്പറായിട്ട് ചീട്ട് കളിക്കുന്നത് നിങ്ങൾ നോക്കിയേ. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. എന്തൊക്കെ കാഴ്ചകളല്ലേ. എല്ലാ സ്ഥലത്തും വയസ്സന്മാർ അവരുടെ ജീവിതവും എൻജോയ് ചെയ്യുന്നു. ഇത് വേറൊരു ടീം കേട്ടോ. ഇതും വയസ്സന്മാരാണ്. അവർ ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ചിട്ട് ഇതുപോലെ വായിക്കുന്നു. ഇവരെന്തോ സ്കിറ്റ് ചെയ്യുവാണ് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ചൈനീസിലാണ് അവർ ഡയലോഗൊക്കെ പറയുന്നത്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര മുഖത്ത് ഭാവങ്ങളൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കലാപരിപാടികൾ ഈ ഒരു സ്ഥലത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ ഞാൻ അവിടെ നിൽക്കുമ്പം പലരും വന്ന് എൻ്റെ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മറ്റൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഡയലോഗുകളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു തമാശയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ അത് കേട്ടിരുന്നുകൊണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. അങ്ങനെ ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് തനിച്ചാണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഒന്നും യാത്ര ചെയ്യുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അവരവിടെ കണ്ടെത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നോക്കിക്കേ കുറേ പ്രാവുകൾക്ക് വെറുതെ തീറ്റ കൊടുക്കുക, അതിലൂടെയും ഇവർ സന്തോഷം കണ്ടെത്തുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലും അവർ സന്തോഷിക്കുന്നു. അതുപോലെ ഇവിടെ നോക്കിക്കേ വെള്ളം ഉരുക്കിയത് കൊണ്ട് ഓരോരോ ഇതുപോലെ ഓരോ സാധനത്തെ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയും ഒരപ്പൻ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ വന്ന് അത് മേടിച്ചുകൊണ്ടും ഇരിക്കുന്നു. എത്രത്തോളം ആൾക്കാർ ഈ തെരുവിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അറിയോ? എനിക്ക് ലക്ഷങ്ങളൊന്നും അല്ല, അത്രത്തോളം ആൾക്കാർ ഉണ്ടായിരുന്നു ഈ തെരുവിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇവർ കുറച്ച് പേരങ്ങ് പോയി കഴിയുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. എന്നിരുന്നാലും അവിടെ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ്. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റുകളിൽ ഇത് നോക്കി ഒരു വ്യത്യസ്തമായ ടോയ് പോലെ തോന്നി കേട്ടോ. ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ അത് ഒരു സാധനത്തിൻ്റെ ഫേസ് ആയിട്ട് വരും. അത് ആ പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോയ് ആയിട്ട് തോന്നി. അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് സാധനം മേടിക്കുന്നുണ്ടായിരുന്നു. ഒരു കൗതുകമുള്ളൊരു സാധനം കേട്ടോ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനത്തെ കുറേ സാധനം അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകളുണ്ട്. ആൾക്കാരൊക്കെ ഇതുപോലെ വന്ന് ഇതൊക്കെ ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള വസ്ത്രങ്ങളാണ് ചൈനക്കാരുടെ. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ചൈനീസ് ട്രഡീഷണലായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഹോളിഡേയ്സിൽ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കും. പ്രത്യേകിച്ച് ഈ വെസ്റ്റ് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ വന്ന് ഫോട്ടോ എടുക്കാറ്. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ
അതാ അവിടെ കാണാം. അങ്ങനെ ഞാനും എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. ഇവർക്ക് നമ്മൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് അവർ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബോട്ടിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയിട്ടില്ല. ഇന്നാൾ പോയപ്പോൾ, ഇതിന് മുന്നേ പോയപ്പോൾ ഞാൻ ഇതിലൂടെ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ക്രൗഡഡ് അല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെയൊന്നും പോയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ തനിച്ചാണ് പോയത്. എന്നാലും ഇങ്ങനെയുള്ള സ്ഥലത്തൂടെയൊക്കെ പോയി ഇതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നടന്നു വരുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം പിന്നെ നിങ്ങളെയും കാണിക്കാമല്ലോ. അങ്ങനെ ഞാൻ അതിൽ കൂടെ കുറേ നടന്നുകൊണ്ടിരുന്നു കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും മരങ്ങളാണ്. അവിടെ മരത്തിൻ്റെ ഒരു ശാഖ ഇതുപോലെ ഇങ്ങോട്ട് താന്ന് നിൽപ്പുണ്ട്. അവിടെ പോലും അവരെത്ര കെയർഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കി. തലമുട്ടിയാൽ ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അല്ലേ. ഇത് നോക്കിക്കേ, ഇവിടുത്തെ വഴിയോരങ്ങളിലും ഇതുപോലെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ച ആൾക്കാരെ നമുക്ക് കാണാം. ഇതാ ഇവിടൊക്കെയാണ് ഇവിടുത്തെ ഒരു ഏരിയ. ഇതും ചൈനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അവരൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. കടകളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. അങ്ങനെ ഒത്തിരി കാഴ്ച. ഇവിടുത്തെ ജനക്കൂട്ടത്തെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഇവിടെ ഇതിങ്ങനെ കുറേ സ്നോ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ അതുപോലത്തെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. ഈ ജനങ്ങളൊക്കെ ഈ നിൽക്കുന്നത് എന്താണെന്നറിയാം, ഇത് റോഡാണ് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആണ് ഈ ആൾക്കാരെല്ലാം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ തിക്കും തിരക്കും ഉന്തലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും ശാന്തരായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വയസ്സായ ആൾ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചെവി പൊട്ടിപ്പോവും, മാതിരിയുള്ള പാട്ടുകളാണ്. എന്നാലും അവരവരുടെ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ശരിക്കും ഇവിടെ ഒരു അമ്മച്ചി ഇരുന്നുകൊണ്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചില സ്ഥലത്തൊക്കെ കേട്ടോ പൈസയെല്ലാം വെച്ചിട്ട് ഇവരിന്ന് ചീട്ട് കളിക്കുന്നതാണ്. ഭയങ്കര ചീട്ട് കളിക്കാരാട്ടോ ഇവരും. അങ്ങനെ ഞാൻ അവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് മെട്രോ കയറാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ്. ഒരു മെട്രോ സ്റ്റേഷൻ്റെ എൻട്രി അവർ ഓൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാൻ മെട്രോയിൽ കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് എങ്ങനെയാണ് ചൈനയിൽ നിങ്ങൾ മീഡിയാസിൽ കണ്ടതുപോലെ തന്നെയാണോ യഥാർത്ഥത്തിൽ കാണുന്ന സംഭവം എന്നൊന്ന് കമൻ്റായിട്ട് എഴുതണേ. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ ഓരോരോ കമൻറ്റുകളും ഒരുപാട് വിലപ്പെട്ടതാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.